ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാനൊരു പർച്ചേസിങ്ങിന് പോകുന്നതിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതലുള്ളത് എടുക്കാനൊന്നും പറ്റിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതലുള്ളത് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഇവിടെ മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ കാണിക്കാത്തതിൽ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യണമായിരുന്നു. നമുക്ക് ഇവിടെ ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെപ്പോഴും ബൾക്കായിട്ടാണ് സാധനങ്ങൾ മേടിക്കാറുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലായിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു മാർക്കറ്റുണ്ട്. അവിടെ പോയിട്ട് രാവിലെ തന്നെ പച്ചക്കറികളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരും. അപ്പോൾ രാവിലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റ് പറയണ മാർക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് KR പുരം മാർക്കറ്റ്. അവിടെ ഇരിക്കുന്നതൊക്കെ അപ്പം ഒരു ഫെസ്റ്റിവൽ സീസണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ട്. അതും രാവിലെ തന്നെ ഒരു സൈഡിൽ ഫുൾ പൂക്കളായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോൾ രാവിലെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാനും പപ്പയുണ്ട്, പിന്നെ ഹസ്ബൻഡ്. ഞങ്ങൾ 3 പേരോടാണ് പർച്ചേസിങ്ങിന് സാധാരണ പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ നമ്മളവിടെ എത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പച്ചക്കറികൾ ഇവിടെ വിൽപ്പന തുടങ്ങുന്നത് വെളുപ്പിനെ തുടങ്ങും. 2 മണി മുതലാണ് സംഭവം തുടങ്ങുന്നത്. ഒരു 7 മണി 7:30 കംപ്ലീറ്റ് തീരും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇതുപോലെ ചാക്കിലാക്കി വെച്ചിരിക്കും. അപ്പോൾ നമുക്കൊരു ചാക്കായിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത്. അതിനകത്ത് മിനിമം ഒരു 5 കിലോ 6 കിലോ മുതൽ പിന്നെ 10 15 അങ്ങനെ പോകും. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഈ ചാക്കിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഭയങ്കര പൈസ ആവുമല്ലോ എന്ന്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറവും നമുക്ക് നല്ല എന്താ അടിപൊളിയായിട്ട് പച്ചക്കറി മേടിക്കാൻ പറ്റിയൊരു മാർക്കറ്റാണിത്. പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു ചാക്ക് ഇപ്പം എന്താ ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഞാൻ ഒരു ചാക്ക് ക്യാപ്സിക്കം എടുത്തു എന്ന് വെച്ചോ, അതിന് പുറത്താണെങ്കിൽ 60 രൂപയാണ് 1 കിലോയ്ക്ക്. പക്ഷേ നമ്മളിവിടെ ചാക്കിൽ എടുക്കുമ്പോഴേക്കും ആ ചാക്ക് ഒരു ചാക്കിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 100 രൂപ 150 രൂപയ്ക്കുള്ളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മിക്ക പച്ചക്കറികൾക്കും 100 രൂപ ആണ്, 100 150 രൂപയ്ക്കൊക്കെ ആവുന്നത്. ഈ ഒരു പെട്ടി തക്കാളിക്ക് എനിക്ക് കിട്ടിയത് 150 രൂപയ്ക്കാണ്. അപ്പോൾ അതുപോലെ എല്ലാ പച്ചക്കറികളും. പിന്നെ ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ചില പച്ചക്കറികൾക്ക് വില കൂടിയിരിക്കുമല്ലോ, അതിനൊരു 300 രൂപ 350 രൂപയൊക്കെ പോവും. അത്രേ ഉള്ളൂ. നമ്മളൊരു 1000 രൂപയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറികൾ ചാക്ക് കണക്കിന് എടുത്തിട്ട് വരാൻ പറ്റും. അപ്പം ഞങ്ങൾ സാധാരണയുള്ള ഈ പച്ചക്കറികൾ ഫുൾ ഇവിടുന്നാണ് ഹോൾസെയിലായിട്ട് എടുക്കാറുള്ളത്. നമ്മുടെ എല്ലാ പച്ചക്കറികളും കിട്ടും. പിന്നെ നാട്ടിൽ നിന്നുള്ള എന്താ പറയുക, നമ്മുടെ കപ്പ അത് കിട്ടും. പിന്നെ കോളിഫ്ലവറൊക്കെ വലിയൊരു ചാക്കാണ്, ഒരു ചാക്കൊക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഫ്രൂട്ട്സും ഇതുപോലെ മാർക്കറ്റുണ്ട് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെയാണുള്ളത്. ഈ ഒരു ചാക്ക് ക്യാരറ്റ്. ഇപ്പോൾ ഹോട്ടലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യം, ഡെയിലി അത് പോകും വെക്കാം. നമുക്കത് ഇപ്പം ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചാക്കിൽ ക്യാബേജ് അങ്ങനെ എടുക്കാറില്ല. വഴുതനങ്ങ, പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഇത്രയധികം പച്ചക്കറികൾ വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇവിടെ തന്നെ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഹോൾസെയിലായിട്ട് ആൾക്കാരുടെ അടുത്തുനിന്ന് ഇവർ പോയിട്ട് സാധനങ്ങൾ എടുക്കും. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ചാക്ക് വെണ്ടയ്ക്കൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ 100 150 200 രൂപയ്ക്കേ മാക്സിമം ആക്കാറുള്ളൂ. അപ്പം ഇത് ബാംഗ്ലൂരിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മാർക്കറ്റിനെ പറ്റി. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ എന്താ പറയുന്നത്, ഒരു പ്രോത്സാഹനം കൂടി ആയിക്കോട്ടെ. പിന്നെ റീറ്റെയിലായിട്ടും നമുക്കിവിടെ സാധനങ്ങൾ കിട്ടും കേട്ടോ. പുറത്തുള്ള പച്ചക്കറി മേടിക്കുന്നതിനെക്കാട്ടി അപേക്ഷിച്ച് കുറച്ചുകൂടെ വിലക്കുറവിൽ ഇവിടെ കിട്ടും. പിന്നെ കിട്ടുന്നതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള, നമുക്കത് തൊടുമ്പം തന്നെ മനസ്സിലാവും നല്ല സാധനമാണെന്ന്. അല്ലാതെ ചീഞ്ഞു പോയതോ അങ്ങനത്തെ ഒന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ. പിന്നെ ഈ വെളുപ്പിനെ ഒരു 2 മണി മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഭയങ്കര തിരക്കായിരിക്കും. കച്ചവടക്കാരുടെയും പിന്നെ ഇത് വാങ്ങാൻ വരുന്നവരുടെയും ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഞങ്ങൾ മിക്കപ്പോഴും ക്യാരറ്റ് മേടിച്ചിട്ട് പോകും. ഒരു ചാക്ക് ക്യാരറ്റ് മിക്കപ്പോഴും വരുന്നത് 100 രൂപ 150 രൂപ 10 രൂപയെ വരാറുള്ളൂ. ഇടയ്ക്ക് നമ്മൾ ഒരു ബൾക്കായിട്ട് ഒരു വലിയ ചാക്ക് നിറയെ ബജ്ജി മുളക് മേടിച്ചു, 50 രൂപയായിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്നൊരിടമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു വെളുപ്പിനെ വരണം. 4 മണി മുതലുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിലയിൽ കിട്ടൂ. നമ്മളൊരു 7 മണിയൊക്കെ ആകുകയാണെങ്കിൽ വില കൂടിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ എപ്പോഴും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് വെളുപ്പിനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും